അപ്പോൾ ദാ ഇന്ന് ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ട് കേട്ടോ. സൺഡേ ആണല്ലോ. അപ്പോൾ സൺഡേ കല്യാണമില്ലാത്തൊരു സൺഡേ ഇല്ല എന്ന് തന്നെ പറയാം. കാരണം ഇപ്പോൾ അടുത്തടുത്തുള്ള ഞായറാഴ്ചകളൊക്കെ കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡും അതേപോലെ തന്നെ ഇതും കൂടെയാണ് പോണത്. വേറെ ആരുമില്ല. മോളൊന്നും പോകുന്നില്ല. മോളും ഐറൂസൊക്കെ ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട്. എന്തായാലും മിനിയാന്നൊക്കെ ആയിട്ട് ഓണപ്പരിപാടികൾ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പുറത്ത് പോയി മടുത്തു എന്ന് പറഞ്ഞാൽ അവൾ കല്യാണത്തിന് പോകുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ ഇതുമോ ഞങ്ങളൊരു 12 അപ്പോൾ തന്നെ ഇറങ്ങി. കാരണം ഇതുമോന് 1:30 ഉള്ള കലോത്സവത്തിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോഴേക്കും ഇങ്ങോട്ട് എത്താനാണ്, തിരിച്ച് വരണം. അതോടെ കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങി കേട്ടോ. പിന്നെ പെട്ടെന്ന് വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് കാർ പാർക്ക് ചെയ്ത് കുറച്ച് എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ ഇതാ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ നേരെ ഓഡിറ്റോറിയത്തേക്ക് പോയി. അപ്പോൾ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു ഇറങ്ങുന്ന സമയത്ത്. ഇപ്പോൾ ഇതാ കുറച്ചൊരു കുറവുണ്ട് മഴയൊക്കെ ഇട്ട്. ഇപ്പോൾ പിന്നെ ഓഡിറ്റോറിയത്തിൽ നിന്ന് ആയതുകൊണ്ട് തന്നെ മഴ ആയാലും വെയിലായാലും ഒക്കെ കല്യാണം അടിപൊളിയായിട്ട് നടത്താല്ലേ. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി. വെൽക്കം ഡ്രിങ്ക് ഒന്നും കുടിക്കാതെ തന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ടോ. കാരണം അവിടെ നിൽക്കാമൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിക്കാൻ എല്ലാവരും പോകുന്നൊരു നല്ലൊരു ടൈമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. നല്ല ബീഫ് ബിരിയാണിയും ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു. പിന്നെ ബീഫ് ബിരിയാണിയാണല്ലോ കൂടുതൽ ടേസ്റ്റ്, അതുകൊണ്ട് അത് നല്ലോണം അടിച്ച് ഒഴിച്ച് കഴിച്ചു. അത് കഴിച്ച് നേരെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലേക്ക് ചെന്നപ്പം അതാ പുതിയാപ്പിളിയും പുതിയണ്ണൊക്കെ നല്ല കേക്ക് കട്ട് ചെയ്യുന്ന അടിപൊളി സമയമായിരുന്നു. അവിടെ ചെന്ന് ഞങ്ങൾ കേക്കൊക്കെ ഇതാ കട്ട് ചെയ്ത കേക്കൊക്കെ ഞങ്ങൾക്ക് ഓരോ പീസ് കിട്ടിയിട്ടോ. ഞാൻ പിന്നെ ഇതുമൂന്ന് കിട്ടിയ പീസിൽ നിന്ന് ഒരു കടിയൊക്കെ കടിച്ചു. എല്ലാവരും ഉണ്ട്, ഫാമിലി എല്ലാവരും കണ്ടു. അവരും വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഫുഡ് കഴിക്കണോടത്തൊക്കെ ഓരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഈ കല്യാണമൊക്കെ ഉണ്ടാകുമ്പോഴാണല്ലോ എല്ലാവരും ഒന്ന് കാണുക. അതുകൊണ്ട് തന്നെ കുറേ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ പെട്ടെന്ന് മടങ്ങിയിട്ടോ. ഞാൻ പറഞ്ഞില്ല നേരെ ഇതുമൂന്ന് ഇങ്ങനെ പ്രാക്ടീസൊക്കെ ഉള്ളതുകൊണ്ട് നേരെ ഉള്ള സ്കൂക്കാണ് വിട്ടത്. അവിടെ ഇതുമൂന്ന് കൊണ്ടാക്കി 1:30 തന്നെ ഞങ്ങൾ എത്തിയിട്ടോ. ടൈം വൈകിയതൊന്നുമില്ല. അപ്പോൾ തന്നെ എത്തി. പിന്നെ നേരെ ഞങ്ങൾ മൂത്തച്ഛൻ്റെ വീട്ടിലേക്കാണ് പോയത്. ഞങ്ങളെ കൂടെ വണ്ടിയിൽ മൂത്തച്ഛൻ്റെ മെരുകളും കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരെ അവിടെ ഡ്രോപ്പ് ചെയ്തു. പിന്നെ മൂത്തച്ഛിക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓലി ഒന്ന് താത്താനെ ഒന്ന് കാണാമെന്നൊക്കെ കരുതി കണ്ട് ഞങ്ങൾ 2:30 കൂടി വീട്ടിലെത്തിയിട്ടോ. വീട്ടിലെത്തിയപ്പോൾ ഇതാ ഇവിടെ ഒരു ഒച്ചയും ബഹളമൊന്നുമില്ല, ആരെയും കാണാനില്ല. നോക്കിയപ്പോൾ ഐറൂസ് നല്ല ഉറക്കാട്ടോ. അവൻ ആരും ഇല്ലാഞ്ഞിട്ട് ബോറടിച്ച് കുറേ നേരം ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് നടന്ന് ഉറങ്ങിയതാണെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വന്ന് നേരെ മോളൂനൊരു ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അപ്പം ഐറൂസ് ഉണർന്നപ്പോൾ അതാ ഇവിടെ വല്യാപ്പി മാനും കൂടി മുട്ടായി എന്തെങ്കിലുമൊക്കെ വാങ്ങാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ അവന് കഞ്ഞിൻ്റെ അരിയും കൂടി വാങ്ങാനൊക്കെ വേണ്ടി പോയതാണ് കേട്ടോ. അപ്പോൾ നബാട്ടിയാണ് ഇതാ വാങ്ങി വലിയ ആളായി വരുന്നുണ്ട്. പിന്നെ ഇത് അതിൻ്റെ അടുത്ത് തരുന്നത് അതൊന്ന് തുറന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. തുറന്നു കൊടുത്തപ്പോൾ അതിൽ നിന്ന് എത്ര എണ്ണം എടുക്കേണ്ടി വന്നില്ല, വാരി വാരി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.